തീവ്രവാദത്തിനെതിരായ ഐക്യപ്രകടനത്തോടെ ഗരുഡ ഫോഴ്സും ഇന്ത്യൻ സേനയും സംയുക്ത മോക്ക് ഡ്രിൽ നടത്തി. ദേശീയതലത്തിൽ തീവ്രവാദ ഭീഷണികളെ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് കർണാടക സ്റ്റേറ്റ് പോലീസിന്റെ തീവ്രവാദ പ്രതിരോധ വിഭാഗമായ ഗരുഡ ഫോഴ്സും ഇന്ത്യൻ ആർമിയുടെ ഗൂർഖ റൈഫിൾസിന്റെ ഘാതക് പ്ലാറ്റൂണും സംയുക്തമായി തീവ്രവാദ പ്രതിരോധ മോക്ക് ഡ്രിൽ നടത്തിയത്. തിരുവനന്തപുരം ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടന്നത്. ബാംഗ്ലൂർ മേഖലയിലെ അതിവിശിഷ്ട സുരക്ഷയുള്ള രഹസ്യസ്ഥാനത്താണ് പരിശീലനം നടന്നത്. സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിച്ചതുകൊണ്ടാണ് പരിശീലന സ്ഥലം രഹസ്യമായി വച്ചത്. ബാംഗ്ലൂരിൽ അതീവ സുരക്ഷയുള്ള സ്ഥലത്താണ് ആദ്യമായി ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് ഒരേ ഓപ്പറേഷൻ ഘടകത്തിൽ പരിശീലനം നടത്തിയത്. ബനസവാടി മിലിറ്ററി ഗാരിസണിലെ ഗാരിസൺ കമാൻഡറുകളുടെ കീഴിലുള്ള മ്യൂച്വൽ എയ്ഡ് പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. സംസ്ഥാന പോലീസ്, ട്രാഫിക് പോലീസ്, സിറ്റി സ്വാറ്റ് സംഘം, ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ്, അഗ്നിശമന സേന, മറ്റ് അടിയന്തര സേവനങ്ങൾ, ജില്ലാ മെഡിക്കൽ ഹെൽത്ത് ടീം എന്നിവയും പരിശീലനത്തിൽ പങ്കാളികളായി. നഗരമേഖലകളിൽ സങ്കീർണമായ തീവ്രവാദ ഭീഷണികൾക്ക് എങ്ങനെ ഏകോപിതമായി പ്രതികരിക്കാം എന്നതിൻ്റെ വിശദമായ പരീക്ഷണമായാണ് ഈ മോക്ക് ഡ്രിൽ നടത്തിയത്. പരിശീലനം വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും തൊട്ടറിയാവുന്ന ഏകോപനവും ഉത്തരവാദിത്വത്തിന്റെ പങ്കുവയ്പും പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. സിവിൽ സൈനിക ഘടകങ്ങൾ തമ്മിലുള്ള ഈ സംയുക്ത പ്രവർത്തനം രാജ്യത്തിന്റെ മുന്നേറ്റപരമായ സുരക്ഷാ തന്ത്രത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സായുധ സേനയും സിവിൽ ഏജൻസികളും തമ്മിലുള്ള ഇത്ര വലിയ ഏകോപനം കാണുന്നത് അഭിമാനകരമാണ്. പൊതുസുരക്ഷയ്ക്ക് നേരെയുള്ള ഏത് ഭീഷണിയെയും നേരിടാൻ നാം ഒരുമിച്ച് തയ്യാറാണ് എന്നത് ഇന്നത്തെ പരിശീലനം ഉറപ്പിക്കുന്നതായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. മോക്ക് ഡ്രില്ലിന്റെ ലൊക്കേഷനും മറ്റ് പ്രവർത്തന വിശദാംശങ്ങളും സുരക്ഷാ കാരണങ്ങളാൽ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇന്ത്യയുടെ തീവ്രവാദ പ്രതിരോധ ശേഷിയിലേക്കുള്ള വളർച്ചയും ഏജൻസികൾ തമ്മിലുള്ള ഏകതയും ജനങ്ങളുടെ സുരക്ഷയിലേക്കുള്ള പ്രതിബദ്ധതയും തെളിയിക്കുന്ന ദൃശ്യമായി പരിശീലനം മാറിയതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ബീക്കൺ ന്യൂസ്, ബാംഗ്ലൂർ.